everyone, so welcome back to our class. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ MS യൂണിവേഴ്സിറ്റിയിലെ MBA യിൽ വരുന്ന മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 3 ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ ടേം കമ്മ്യൂണിക്കേഷൻ ഈസ് ഡെറിവഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണീസ്. ഓക്കെ, കമ്മ്യൂണീസ് എന്ന് പറഞ്ഞാൽ കോമൺ എന്ന് പറയും. ഓക്കെ, കോമൺ എന്ന് പറഞ്ഞാൽ എന്താ, ഷെയറിങ് ചെയ്യുക, നമ്മൾ ഐഡിയാസ്. ഓക്കെ, ഇറ്റ് ഈസ് ടു ഷെയറിങ് ദ ഐഡിയാസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ ന്യൂമാൻ ആൻഡ് സമ്മർ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്, ഐഡിയാസ്, ഒപ്പീനിയൻ ഓർ ഇമോഷൻസ് ബൈ ടു ഓർ മോർ പേഴ്സൺ. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, അവരുടെ ഐഡിയാസ്, ഫാക്ട്, ഒപ്പീനിയൻ, ഇമോഷൻസ് ഇതെല്ലാം എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഥവാ ഷെയർ ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ലിങ്കിങ് പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, എല്ലാ നമ്മളെ മാനേജ്മെന്റ് ഏത് ഫംഗ്ഷൻ ആയാലും അവിടെ എന്തൊക്കെ ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ആൻഡ് ആൾസോ നെക്സ്റ്റ് വൺ എന്താ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രൈമറി മീൻസ് ബൈ വിച്ച് പീപ്പിൾ ഒബ്റ്റെയിൻ ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ. അവരെന്ത് ചെയ്യാണ്, തമ്മിൽ ദാറ്റ് ഈസ് അവർ ഇതേള് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ച് ചെയ്യാനും കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എന്ത് ചെയ്യുക, സാധിക്കപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ നെക്സ്റ്റ് വൺ എന്താ, ദ മോസ്റ്റ് ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ഓഫ് എ മാനേജർ എൻഗേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലാണ് എന്ത് ചെയ്യണത്, അവരുടെ മോസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഏതിലാണ് വരുന്നത്, കമ്മ്യൂണിക്കേഷനിൽ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ റെപ്രസെന്റ് പവർ ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു എംപ്ലോയി എന്താണ് ചെയ്യുന്നത്, അതായത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇൻഫോർമേഷൻസും കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യണത്, റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പോകുന്നത്. ആദ്യം നമ്മളൊരു സെന്റർ ഉണ്ടായിരിക്കും അല്ലെ, അതായത് സോഴ്സ്, സ്പീക്കർ, ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആള്, അവർ എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് എൻകോഡിലൂടെ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് ചാനലിലൂടെ പോയിട്ട് പിന്നീട് അത് ഡീകോഡിലൂടെ കഴിഞ്ഞിട്ടാണ് ആർക്ക് കിട്ടുന്നത്, റിസീവർക്ക് അത് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് രണ്ട് ടൈപ്പ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനും. ഓക്കെ, ഫോർമൽ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, പ്രസിഡന്റ് വഴി വൈസ് പ്രസിഡന്റിന്, അത് വഴി മാനേജർ, അതായത് ഓൺലി ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ വരുന്നതാണ് എന്ത് പറയുന്നത്, ഇതിൽ വരുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 3 എണ്ണം. ഏതൊക്കെ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് പറഞ്ഞാൽ എന്താണ്, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്, അതായത് ടോപ്പിൽ നിന്ന് താഴെത്തട്ടിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഡൗൺവേർഡ്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ താഴെയിൽ നിന്ന് മേലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ ആളുകളായിട്ട്, ഇപ്പോൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഏതിൽ പറയുന്നത്, നമ്മളെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് ആയിട്ട് വരുന്നതാണ് എന്ത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുക, നമ്മളെ കൊളീഗ്സിനോടോ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടോ എന്നൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പറയുന്നൊരു വേർഡ് ഉണ്ട്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയട്ടോ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അത് ഏതിൽ വരുന്നതാ, ഇൻഫോർമൽ ആയിട്ടുള്ളതിൽ വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് എന്ത്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത് 3 ടൈപ്പ് ആയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വേർഡ്സ് വഴിയിലെ, ദാറ്റ് ഈസ് വേർഡ്സ് ആയിട്ട്, ഓറൽ ആയിട്ട്, അതായത് നമ്മൾ വാക്കാൽ പറയുന്നതോ അഥവാ റിട്ടൺ ആയിട്ട് എഴുതിയിട്ടോ നമ്മൾ ഇതാക്കുന്നതിനാണ് ദാറ്റ് ഈസ് എന്ത്, ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പിക്ചർ, അതായത് വിഷ്വൽ എയ്ഡ്സിലൂടെ നമ്മൾ ചാർട്ട്, ബ്ലൂ പ്രിന്റ്, മോഡല്, ഇങ്ങനെ പോസ്റ്റർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ആക്ഷനിലൂടെ ചില കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ഇതള് പറഞ്ഞിട്ടൊക്കെ അല്ലെ, ഓരോ വെർബൽ ആക്ഷൻ, നമ്മളെ ബോഡി ലാംഗ്വേജിലൂടെ, നമ്മളെ ഹാൻഡ് ഷേക്കിലൂടെ, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓരോ ആക്ഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട് അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, ദാറ്റ് ഈസ്
കമ്മ്യൂണിക്കേഷൻ മീഡിയാസിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റിംഗ്. എന്താ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ഡെയിലി പ്രകാരം ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റിംഗ് ഈസ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. ഓക്കെ, ഇതെന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? മാനേജേഴ്സിന് എങ്ങനെയൊക്കെയാണ് വർക്കിൽ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് എന്ത് അവർക്ക് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്, ഇങ്ങനെയെല്ലാം നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റിംഗിൽ പറയുന്നത്. ഓക്കെ, ഡയറക്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് സൂപ്പർവിഷൻ ആയിരിക്കും, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി ഒബ്ജക്റ്റീവ്സ്, പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് ആയിരിക്കും, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ഒരു ഫോളോ അപ്പും കൊടുക്കും അല്ലെ. ഇതൊക്കെയാണ് ഏത് പറയുന്നത്, ഡയറക്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. അതേപോലെ വരുന്നൊരു ടോപ്പിക് തന്നെയാണ് ഡയറക്റ്റിംഗിൽ വരുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരാളുകൾക്ക് എന്ത് ചെയ്യേണ്ടത്, അവരെ ജോബ് സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പ്രചോദനം കൊടുക്കുന്നത് എന്നുള്ള നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്, മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് അവരുടെ പെർഫോമൻസിലൂടെ നമ്മൾ അവർക്ക് എന്തുണ്ട്, എബിലിറ്റി മോട്ടിവേഷനും കൂടെ കൊടുക്കണം അല്ലെ. അതെന്ത് ചെയ്യും? ഇറ്റ് ഇംപ്രൂവ് ദ ലെവൽ ഓഫ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസിന്റെ എഫിഷ്യൻസിയും അവർക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഇതിലൂടെ അവർക്ക് കിട്ടുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാനുള്ള അതാണ് മോട്ടിവേഷന്റെ കുറച്ച് തിയറീസ് ഉണ്ട് അല്ലെ. അതായത് ഫസ്റ്റ് തിയറി വരുന്നതാണ് എന്ത്, കണ്ടന്റ് തിയറീസ്. ഓക്കെ, കണ്ടന്റ് തിയറീസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ഫാക്ടർ, അതായത് ഒരു പേഴ്സണെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതായത് എന്താണ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതിനെയാണ് അവർക്ക് എന്ത് ചെയ്യാണ്, അവരെ ജോബ് സാറ്റിസ്ഫിക്കേഷൻ, അവരെ റിവാർഡ്, ഇങ്ങനെയെല്ലാം പറയുന്ന തിയറിയാണ് ഏത് പറയണത്, കണ്ടന്റ് തിയറി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഹെർസ്ബാഗ് ടു ഫാക്ടർ തിയറി. ഓക്കെ, ഫ്രെഡറിക് ഹെർസ്ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത് ഈ ടു ഫാക്ടർ തിയറി എന്ത് ചെയ്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ് റിലേറ്റഡ് ടു ജോബ് സാറ്റിസ്ഫിക്കേഷനും ജോബ് ഡിസാറ്റിസ്ഫിക്കേഷനും രണ്ടും കൂടെ ഉള്ളതിനാണ് ഏത് പറയുന്നത്, ഹെർസ്ബർഗ് ടു ഫാക്ടർ തിയറിയിൽ പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളതാണ് അൾഡിഫർ ERG തിയറി. ERG എന്ന് പറഞ്ഞാൽ എന്താണ്, അൾഡിഫർ എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടുവന്നൊരു തിയറിയാണ് ERG തിയറി എന്ന് പറയുന്നത്. ERG മീൻസ് E ഫോർ എക്സിസ്റ്റൻസ്, R ഫോർ റിലേറ്റഡ്നെസ് ആൻഡ് പിന്നെ G ഫോർ ദാറ്റ് ഈസ് ഓക്കെ. ERG തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എക്സിസ്റ്റൻസ് റിലേറ്റഡ്നെസ്. ഓക്കെ, ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുവന്ന തിയറിയാണ് ERG തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷൻ മാനേജ്മെന്റ്. അത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ഓക്കെ, അതെങ്ങനെയൊക്കെ നോക്കി കാണണം, ഇന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെന്റിലൂടെ പറയുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടുകളെ ട്രാൻസ്ഫോം ചെയ്ത് അതെങ്ങനെയൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് മാറ്റം ചെയ്യാം, എങ്ങനെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമ്മളെ ചാപ്റ്റർ 3 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ താങ്ക് യു.